നമ്മുടെ ഇന്നത്തെ വചനം ഇപ്പോഴും നമ്മൾ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലതുകരണം തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്ക് കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടി 2 മൈൽ ദൂരം പോവുക. ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവരിൽ നിന്നും ഒഴിഞ്ഞു മാറരുത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹമുള്ളവരെയും, ഈ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം എന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നാട്ടിൽ പൂർത്തിയാകും, നമ്മുടെ സഭയിൽ എന്ന് പൂർത്തിയാകും. നമ്മൾ ഇന്നലെ വളരെയധികം വികാരാവേശത്തോടെ ചിന്തിച്ച കാര്യമാണ്. ഒറ്റ വചനമാണ്, ദ ഡോക്ട്രിൻ. വിശുദ്ധ ജെറോം പറയുകയാണ്, എന്നാൽ ഇത് സമ്പത്തിനെ കുറിച്ചാണ്. എന്ത് സമ്പത്തിനെ കുറിച്ച്? സിദ്ധാന്തത്തിന്റെ സമ്പത്തിനെ കുറിച്ച്. സിദ്ധാന്തത്തിന്റെ സമ്പത്ത്. സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ പ്രബോധനം, ഡോക്ട്രിൻ. ആ സിദ്ധാന്തത്തിന്റെ സമ്പത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. ഒരിക്കലും തീരാത്ത സമ്പത്താണത്. അത് നൽകുന്തോറും വർദ്ധിക്കും. അത് നൽകുന്തോറും വർദ്ധിക്കും. മത്തായിയുടെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായം ബൈബിളിലെ ഏറ്റവും തങ്കലിപികളിൽ അല്ലെങ്കിൽ ഏറ്റവും പ്രധാന ഒരു അധ്യായമാണ്. മലയിലെ പ്രസംഗത്തിൽ ആദ്യത്തെ ഡോക്ട്രിനൽ ചാപ്റ്ററാണത്. ഡോക്ട്രിനൽ ചാപ്റ്റർ, അതായത് സിദ്ധാന്തപരമായിട്ട് പഴയ നിയമം മുഴുവനെയും എന്താണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഉണ്ടാകേണ്ടതിന് ആവശ്യമായിരിക്കുന്നത്, അതും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താണ് വ്യത്യാസം, ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിലെ ഏറ്റവും പ്രധാന ഭാഗം. ഇത് സൈദ്ധാന്തികമായ ഒരു ഡോക്ട്രിനൽ ആസ്പെക്റ്റാണ്. ഇതിൽ മായം ചേർക്കാൻ ഒരു മനുഷ്യനും സാധിക്കില്ല. മായം ചേർത്താലും അതുകൊണ്ടൊരു പ്രയോജനമില്ല. കാരണം ഞാൻ അരുളി ചെയ്യുന്നു, കർത്താവ് പറയാണ്, ഞാൻ പറയുന്നു. അപ്പോൾ എന്താണ് സൈദ്ധാന്തികം, എന്താണ് ഡോക്ട്രിൻ? അതിനെ വേറെ വിധത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു 2 വാക്കുകൾ. ഒന്ന് ക്രോണോസ് ആൻഡ് കൈറോസ്. ഇത് ഗ്രീക്കിലെ 2 വാക്കുകളാണ്, ക്രോണോസ് ആൻഡ് കൈറോസ്. കൈറോസ് എന്നുള്ള വാക്ക് നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുണ്ട്. ക്രോണോസ് എന്ന് പറയുന്നത് ക്രോണിക്കിൾ, ക്രോണോമീറ്റർ, ക്രോണോളജി, ക്രോണോമീറ്റർ ഉണ്ടോ? ഇതൊരു വാച്ചാണ്. ഇതിന് വാസ്തവത്തിൽ പറയുന്നത് ക്രോണോമീറ്റർ എന്നാണ്. ക്രോണോമീറ്റർ സമയം കാണിക്കുന്ന ഒരു യന്ത്രമാണ് ക്രോണോമീറ്റർ. അപ്പം ക്രോണോസ് എന്ന് പറഞ്ഞാൽ സമയാസ്പദമായ, പടിപടിയായിട്ട്. സമയം എന്ന് പറഞ്ഞാൽ one after another. അപ്പോൾ അതാണ് പഴയ നിയമം മുഴുവനും ആദ്യം മുതൽ സമയാസ്പദമായി ഒരു ടൈം ലൈനാണ് അതിങ്ങനെ. എന്നാൽ കൈറോസ് എന്ന് പറഞ്ഞാൽ കുറെ സംഭവങ്ങളല്ല, ഒറ്റ സംഭവം, ഈ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ സംഭവം എന്താണ്? അതാണ് ക്രിസ്തുവിന്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും. അതാണ് കൈറോസ്. ഒറ്റ സംഭവം, ഏക സംഭവം. അപ്പോൾ ഈ പഴയ നിയമത്തിലെ ക്രോണോളജിക്കലായിട്ടുണ്ടായ എല്ലാ സംഭവങ്ങളും കൈറോസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഈ ഒറ്റ സംഭവത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇവൻ ഉൽപ്പത്തിയിലായാലും, ഉൽപ്പത്തിയിൽ ആദവും ഹവ്വയും പാപം ചെയ്തതായാലും അവിടെയും അത് കൈറോസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണത്. അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ പ്രോട്ടോ എവങ്കേലിയം, അവിടെ വെച്ച് തന്നെ സുവിശേഷം ആരംഭിച്ചു. ആദത്തിനോടും ഹവ്വയോടും കർത്താവ് പറഞ്ഞു എന്ന പോലെ ക്രോണോസ് ആൻഡ് കൈറോസ്, ഇതിന്റെ മുഴുവൻ സൈദ്ധാന്തികത ക്രിസ്തു എന്ന ഒരു വ്യക്തിയിലാണ്. ക്രിസ്തു എന്നൊരു വ്യക്തി. അപ്പോൾ ആ വ്യക്തിയിൽ സമ്മേളിച്ചിരിക്കുന്ന ദൈവീക പദ്ധതിയുടെ ആ രഹസ്യങ്ങളാണ് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. ഡോക്ട്രിൻ, അതാണ് ഡോക്ട്രിൻ. ആ യുഗങ്ങളുടെ മുഴുവനും രാജാവും, 1 തിമോത്തി 1:17, യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ.
യുഗങ്ങളുടെ രാജാവ്, അനശ്വരൻ, അദൃശ്യൻ, ഏകദൈവം, എന്നേക്കും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ഇതിനകത്ത് എല്ലാ ഡോക്ട്രിനും വന്നിട്ടുണ്ട് കേട്ടോ. യുഗങ്ങളുടെ രാജാവ്, അനശ്വരൻ. അപ്പോൾ ഇതെല്ലാം നമുക്കറിയാമെങ്കിലും നമ്മളൊന്നും കൂടി അത് റീകളക്ട് ചെയ്യാണ്. വീണ്ടും മനസ്സിൽ അങ്ങ് അരക്കിട്ടുറപ്പിക്കുകയാണ്. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന അത്രയ്ക്ക് അപാരമായ, അത്രയ്ക്ക് അനന്തമായ ഒരു ഡോക്ട്രിനാണ്, ഒരു സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തത്തെ മുറുക്കെ പിടിച്ചാൽ മാത്രമേ നമ്മൾ പ്രകാശിക്കുകയുള്ളൂ. അവൻ പ്രകാശങ്ങളിൽ നിന്നുള്ള പ്രകാശം, വിശ്വാസ പ്രമാണത്തിലൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ആ സിദ്ധാന്തത്തിന് വില കൽപ്പിക്കണം. നമ്മൾ വില കൽപ്പിക്കണം. അതാണ് പൗലോസ് ശ്ലീഹ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും വിലപ്പെട്ടതായാൽ മറ്റുള്ളവയെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കിയിരിക്കുന്നു. ഇത് അവനെ നേടുന്നതിനും അവനിൽ ഒന്നാകുന്നതിനും വേണ്ടിയാണ്. എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും വിലപ്പെട്ടതാകയാൽ. എബ്രായ ലേഖനത്തിൽ 1-ാം അധ്യായം 3-ാമത്തെ വചനം, അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാത്തിനെയും താങ്ങി നിർത്തിയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവനും താങ്ങി നിർത്തിയിരിക്കുന്നു. അപ്പോ യേശു ക്രിസ്തു എന്ന ആ ഒരു വ്യക്തിയിൽ ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കപ്പെടുകയും അതിനെ താങ്ങി നിർത്തുകയും അതിനെ രൂപാന്തരപ്പെടുത്തുകയും അതിനെ പുതിയതാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തു എന്ന ഒറ്റ വ്യക്തി സകലതും. വേറെ വചനം റോമർ 11:36, എന്തെന്നാൽ എല്ലാം അവിടുന്ന് വഴി അവിടത്തേക്ക് മഹത്വം. അതാണ്, അവിടുന്നാണ്, യേശു ക്രിസ്തുവാണ് സകലത്തിൻ്റെയും പൂർത്തീകരണം. എന്തൊക്കെയാണ്? അവിടുന്ന് വഴി അവിടത്തേക്ക് എന്നേക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെയും, അപ്പൊ ഇതാണ് ഇവിടെ പറയുന്ന സൈദ്ധാന്തികത, ഡോക്ട്രിന്റെ സമ്പത്ത്. ഇപ്പൊ കുറച്ച് മനസ്സിലായില്ല എന്താണ് ഈ സമ്പത്ത്, എന്താണ് യേശുക്രിസ്തു എന്ന സമ്പത്ത്. യേശുക്രിസ്തു ഒരു സമ്പത്താണ്. എന്താണ് യേശുക്രിസ്തുവിൽ നിന്നുള്ള സമ്പത്ത്? യേശുക്രിസ്തുവിന്റെ ഡോക്ട്രിൻ, ആ സൈദ്ധാന്തികത, ആ യേശുക്രിസ്തുവിന്റെ ഡോക്ട്രിൻ. ഓക്കെ, ആ സമ്പത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. ഒരിക്കലും തീരാത്ത സമ്പത്താണത്. അത് നൽകുന്തോറും വർദ്ധിക്കും. അത് മനസ്സിലാക്കുന്തോറും വികസിച്ചു വരും. ഓ ദൈവമേ, ഇതില് നമ്മൾ കുറേയും കൂടി ഫോക്കസ്ഡ് ആകണം. നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണതിൻ്റെ ഇടയിൽ കുറച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കാം. ഞാൻ വീണ്ടും പറയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം മുമ്പ് കാണിച്ചതാണ്. ഇത് മത്തായിയും യോഹന്നാനും മാത്രമാണ്. കറ്റേനാവറയിലെ മത്തായിയുടെ സുവിശേഷത്തെ കുറിച്ചുള്ള വ്യാഖ്യാനമാണിത്, ഒരു പുസ്തകം. ഇത് യോഹന്നാൻ. ഇനി ഇങ്ങനത്തെ വേറെ 2 പുസ്തകങ്ങളുണ്ട്. അപ്പൊ പെട്ടെന്ന് തോന്നും, എൻ്റെ ദൈവം ഇത് എന്ത് പഠിച്ച് തീരും. അപ്പൊ ഇതെല്ലാം ഞാൻ പറയണത് നമ്മൾ കുറെ കൂടി ഫോക്കസ്ഡ് ആകണം. ഫോക്കസ്ഡ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ മാത്രം ശ്രദ്ധിക്കുക. ഇപ്പോ ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വിതറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ തൽക്കാലത്തേക്ക് നമുക്ക് ക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിയാൻ ശ്രമിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ സൈദ്ധാന്തികതയിലെ അഗ്രഗണ്യനാണ്. ബെനഡിക്ട് പിതാവിന്റെ ജീവിതം മുഴുവനും ഈ ഡോക്ട്രിൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പിതാവ് എഴുതിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം എന്താ? ജീസസ് ഓഫ് നാസറത്ത് വോളിയം 1, ജീസസ് ഓഫ് നാസറത്ത് വോളിയം 2, ജീസസ് ഓഫ് നാസറത്ത് വോളിയം 3. അപ്പം നമ്മളെ എന്തുകൊണ്ടാണ് ഇത്രയും ദൈവശാസ്ത്ര പണ്ഡിതനും ഇത്രയും ഡോക്ട്രിൻ സിദ്ധാന്തത്തെ കുറിച്ച് ഇത്രയും അറിവുള്ള വിശ്വാസത്തിന്റെ പാറയായ ആ പിതാവ് എഴുതിയിരിക്കുന്ന ഇതാണ്. ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അതാണ് യേശുക്രിസ്തു, ജീസസ് ഓഫ് നാസറത്ത്. അപ്പൊ ഇത് സാധിക്കുന്നവർ വായിക്കുക. പക്ഷേ ഈ പറയണതൊക്കെ തന്നെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്.
പോപ്പ് ബെനഡിക്റ്റിന്റെ സ്വന്തം ജീവിതത്തിലെ തിയോളജി പഠിച്ചത് വിശുദ്ധ അഗസ്തീനോസിനെ കുറിച്ചാണ്. അഗസ്തീനോസിന്റെ എല്ലാ വർക്ക്സുമാണ് വിശുദ്ധ ബെനഡിക്റ്റ് പിതാവ് പഠിച്ചത്, വിശുദ്ധ അഗസ്തീനോസ്. അതുകൊണ്ട് വിശുദ്ധ അഗസ്തീനോസ് പിതാവിന്റെ എല്ലാ പ്രബോധനങ്ങളും പഠിച്ച് അതിലാണ് ഡോക്ടറേറ്റ് എടുത്തത്. അതുപോലെ തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മാർപ്പാപ്പയായിരുന്ന ഇത്രയും വലിയ ദൈവശാസ്ത്ര പണ്ഡിതനും സഭയുടെ വിശ്വാസത്തിന്റെ വലിയ ഒരു വക്താവുമായ അദ്ദേഹം പറയുന്നത് ഇതാണ്: ഇനിയും കത്തോലിക്കരായ നമ്മൾ അറിയേണ്ടത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോ അറിയുന്തോറും, അതാണ് ഇവിടെ പറയുന്നത്, അതറിയുന്തോറും ഒരിക്കലും തീരാത്ത സമ്പത്താണത്. ഇപ്പൊ കൃത്യമായില്ലേ? ഇപ്പൊ കൃത്യമായി. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഒരു പൂർത്തീകരണമായി. ആ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, അതിനെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ബാക്കി എല്ലാത്തിനേക്കാളും വലിയ അറിവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ്. അതാണ് സിദ്ധാന്തത്തിന്റെ സമ്പത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. ഒരിക്കലും തീരാത്ത സമ്പത്താണത്. ഇപ്പോ ഇത് വിശുദ്ധ ജെറോമാണ് ഇത് പറയണത്. വിശുദ്ധ ജെറോം പിതാവ് 25 വർഷം ഇരുന്ന് പഠിച്ചു. എന്ത് പഠിച്ചു? യേശുക്രിസ്തുവിനെ കുറിച്ച്. അങ്ങനെ ആ യേശു ജനിച്ച സ്ഥലത്ത് ജീവിച്ച് അവിടെ ഭാഷ പഠിച്ചു, എബ്രായ ഭാഷ പഠിച്ചു. അങ്ങനെ എബ്രായ ഭാഷയിൽ അവരുടെ എബ്രായരോടുകൂടെ ജീവിച്ച് യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് മുഴുവനും മനസ്സിലാക്കിയിട്ടാണ് വിശുദ്ധ ജെറോം പിതാവ് ഈ ബൈബിള് ലത്തീൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്, എബ്രായ ഭാഷയിൽ നിന്ന് ലത്തീനിലേക്കും. അതുകൂടാതെ വിശുദ്ധ ജെറോം പിതാവിന്റെ ഒരു കമന്ററി ഉണ്ട്, ബൈബിൾ കമന്ററി, ജെറോം ബൈബിൾ കമന്ററി എന്ന് പറയും. നമ്മള് അച്ഛന്മാരുടെ എല്ലാം, അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരുടെ എല്ലാം കയ്യിലുണ്ടാകും വലിയ ഒരു പുസ്തകം, സെമിനാരികളിലെല്ലാം ഉണ്ട്, ജെറോം ബൈബിൾ കമന്ററി. അപ്പൊ അവരെല്ലാം എന്ത് ചെയ്തു? അവരെല്ലാം ഈ യേശുവിന്റെ വചനത്തിൽ മുങ്ങിക്കുളിച്ചു, അതിൽ മാത്രം മുങ്ങിക്കിടന്നു. യേശുവിനെ കുറിച്ചുള്ള അറിവിൽ മാത്രം, ബാക്കിയെല്ലാം വിട്ട് എനിക്ക് യേശുവിനെ അറിയണം. പണ്ടൊരു പാട്ടുണ്ടല്ലോ, എനിക്ക് യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കേൾക്കണം. സക്കേവൂസിന്റെ കാര്യം ഓർക്കുമ്പോഴാണ്, യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറിയ മനുഷ്യൻ നിലത്ത് നിൽക്കുകയല്ല ചെയ്യണേ, അവൻ മരത്തിന്റെ മുകളിൽ പഠിച്ചു കയറി. യേശുവിനെ കാണണം, യേശുവിനെ കാണണം, യേശുവിനെ കാണണം. അങ്ങനെ മരത്തുമ്മ കയറാൻ തയ്യാറാണോ? ബാക്കിയെല്ലാം വിടാൻ തയ്യാറാണോ? എനിക്ക് യേശുവിനെ കാണണം. ഞാനിത് പറയാനായിട്ട് തോന്നുന്നത്, മറ്റെല്ലാം വിട്ടിട്ട് യേശുവിനെ കുറിച്ചുള്ള സിദ്ധാന്തത്തിൽ നമ്മളങ്ങ് വളരണം. കാരണം ഇന്നത്തെ കാലത്ത് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ആണ് എല്ലാം. അതിലൊരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഠിപ്പിക്കാനായിട്ട്. ഇത് പഠിക്ക്. പക്ഷെ നമ്മൾ എന്ത് പഠിക്കണമെന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കേണ്ടത്, മറ്റുള്ളവരും അല്ല തീരുമാനിക്കേണ്ടത്. നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ വളർത്തി നമ്മളെ പരിപാലിക്കുന്ന വേറൊരാളുണ്ട്. ആ ദൈവം തമ്പുരാനാണ്. ആ ദൈവം തമ്പുരാൻ തീരുമാനിക്കുന്നു. നമ്മൾ യേശുവിനെ കുറിച്ചറിയാം. ഇതിപ്പോൾ എൻ്റെ അകത്ത് ഇങ്ങനെ ഭയങ്കര ഒരു തീഷ്ണത വരികയാണ്. നമ്മൾ വേറെ ഉള്ളതെല്ലാം വിട്ടിട്ട് കുറച്ച് പേര് ഈ യേശുവിനെ കുറിച്ചുള്ള അറിവിന് മാത്രം വേണ്ടി, അപ്പം അത് പഠിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ യേശുവിനെ കുറിച്ച് എന്തെല്ലാം പഠിച്ചാലും ഈശോ തന്നെ നമ്മുടെ ഉള്ളിൽ ലയിച്ച് നമ്മളെ അങ്ങ് യേശുവിൽ അങ്ങ് മുക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ വേറെ ക്ലാസ് ഒന്നും പഠിച്ചില്ല, വിഷമിക്കണ്ട. ഇതൊരു വലിയ പോളിസി ഡിസിഷനാണ് നമ്മുടെ. കാരണം എല്ലാത്തിൻ്റെയും ഇടയിൽ കുറച്ചു നേരം കട്ടേന പറയാ പഠിക്കുക, അത് പോരാ. അതുകൊണ്ട് കട്ടേന പറയാ ഹൃദയത്തിൽ കയറില്ല. ഇത് ക്രോണോസാണ്, ഇത് കൈറോസാണ്. അപ്പോൾ നമ്മൾ സ്നേഹപൂർവ്വം ഇപ്പോൾ നമ്മളങ്ങനെ തീരുമാനിക്കുക. ഇപ്പൊ നിങ്ങളെ തീരുമാനിക്കുക, കുറച്ച് പേരെങ്കിലും ബാക്കിയെല്ലാം വിട്ടിട്ട് യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം, എൻ്റെ കണ്ണുകൾ തുറന്നു തരണേ, എൻ്റെ കാതുകൾ തുറന്നു തരണേ, എനിക്ക് യേശുവിനെ കാണണം. അപ്പൊ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഈശോ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നു.
ഈശോ നമുക്ക് വേണ്ടി ജീവൻ തന്നിരിക്കുന്നു. ഈശോയുടെ വചനം അതിൻ്റെ അന്തരാർത്ഥത്തിൽ അറിയാൻ നമുക്ക് വേണ്ടി ജീവൻ തന്നിരിക്കുന്നു. നമുക്ക് അങ്ങനെ ഒന്ന് ദാഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ വേറെ ഉള്ള കാര്യങ്ങളൊന്നും ഇടപെടാതെ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ നമ്മൾ ഈശോയിലേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമുക്ക് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, കുറച്ച് നാള് അങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ. ജീസസ് ഓഫ് നാസറത്ത്, നസ്രായനായ യേശു, ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മറ്റെല്ലാറ്റിനേക്കാളും പ്രാധാന്യമർഹിക്കുന്നതായി ഞാൻ മനസ്സിലാക്കി. മറ്റുള്ളതെല്ലാം ഉച്ഛിഷ്ടം പോലെ ഞാൻ കണക്കാക്കി. ദൈവവചനമാണ് കേൾക്കുന്നത്. നമ്മൾ അതൊന്ന് സ്നേഹത്തോടെ സ്വീകരിക്കൂ. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും ശ്രേഷ്ഠമായതിനാൽ മറ്റുള്ളവ എല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കുന്നു. ഇത് അവനെ നേടുന്നതിനും അവനുമായി ഒന്നാകുന്നതിനുമാണ്. ഈശോയെ, ഞാൻ തീരുമാനിക്കുന്നു. സാധിക്കുന്നവർ തീരുമാനിക്കുക. നമ്മളാരെയും നിർബന്ധിക്കുന്നില്ല. ദൈവത്തിൻ്റെ കൃപ വേണം ഇതിന്. പ്രൈസ് ദി ലോർഡ്.